നഗരമധ്യത്തിൽ കമ്മീഷണർ ഓഫീസിന് സമീപം കിടന്നുറങ്ങുകയായിരുന്ന വയോധികനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ തമിഴ്നാട് തക്കല സ്വദേശി വിജു സുരേഷിനെ പോലീസ് പിടികൂടിയതോടെ സംസ്ഥാനത്തെ ക്രൈം അന്വേഷണത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. തെരുവുകളിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ടവരെ ലക്ഷ്യമിട്ട് തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ഇയാൾ ഒരു സൈക്കോ സീരിയൽ കില്ലർ ആണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ മെയ് 24-നാണ് കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ മുണ്ടക്കൽ വെസ്റ്റിൽ ലോട്ടറി വിൽപ്പനക്കാരായ രാജേന്ദ്രൻ കൊല്ലപ്പെട്ടത്. രാത്രിയിൽ കടത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന വയോധികന്റെ തലക്കേറ്റ മാരകമായ അടിയാണ് മരണകാരണമായത്. രാജേന്ദ്രന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും മൊബൈൽ ഫോണും മോഷ്ടിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. വളരെ പെട്ടെന്ന് തന്നെ ഇയാൾ സ്ഥലം വിട്ടതുകൊണ്ട് അന്വേഷണം തുടക്കത്തിൽ പ്രതിസന്ധിയിലായിരുന്നു. കൊല്ലം നഗരമധ്യത്തിൽ കമ്മീഷണർ ഓഫീസിന് തൊട്ടടുത്ത് നടന്ന ഈ ദാരുണമായ കൊലപാതകത്തിന്റെ ചുരുളഴിയാൻ പോലീസിനെ സഹായിച്ചത് വളരെ സൂക്ഷ്മവും ശാസ്ത്രീയവുമായ അന്വേഷണ മികവാണ്. അത്യന്തം തിരക്കേറിയ കമ്മീഷണർ ഓഫീസിന് വെറും 25 മീറ്റർ മാത്രം അകലെയുള്ള കടത്തിണ്ണയിൽ അന്തിയുറങ്ങുകയായിരുന്ന വയോധികൻ രാജേന്ദ്രന്റെ മരണം വലിയ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തിയത്. സംഭവ സ്ഥലത്തെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ വിപുലമായ പരിശോധനയാണ് കേസിലെ വഴിത്തിരിവായത്. ദൃശ്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ വെളുത്ത ഷർട്ടും ലുങ്കിയും ധരിച്ച അജ്ഞാതനായ ഒരാൾ ഏറെ നേരമായി രാജേന്ദ്രനെ അത്യന്തം ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നതായി വ്യക്തമായി. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഇവരുടെ ഇടയിൽ രൂക്ഷമായ തർക്കം ഉടലെടുക്കുന്നതും അത് പിന്നീട് അക്രമാസക്തമായ കൊലപാതകത്തിലേക്ക് വഴിമാറുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. രാജേന്ദ്രനെ അടിച്ചു വീഴ്ത്തിയ ശേഷം മരണകാരണം ഉറപ്പാക്കാനായി അതിക്രൂരമായ മാർഗങ്ങളാണ് കൊലയാളി സ്വീകരിച്ചത്. അബോധാവസ്ഥയിലായ രാജേന്ദ്രന്റെ കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കി സമീപത്തെ കടയുടെ ഷട്ടറിന്റെ കൊളുത്തിൽ കെട്ടിയിട്ടാണ് ഇയാൾ തന്റെ ക്രൂരത പൂർത്തിയാക്കിയത്. CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ഈ തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തെ പ്രതിയായ വിജു സുരേഷിലേക്ക് എത്തിച്ചതും കേരളത്തെ ഞെട്ടിച്ച ഈ കൊലപാതക പരമ്പരയുടെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ പോലീസിനെ പ്രാപ്തമാക്കിയതും. പ്രതി വിജു സുരേഷിനെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തുന്ന പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾ ഒരു സീരിയൽ കില്ലർ ആണെന്നുള്ള ഞെട്ടിക്കുന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൊല്ലം നഗരത്തിലെ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് പാരിപ്പള്ളിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ ഉറങ്ങിക്കിടന്ന രവീന്ദ്രൻ എന്ന വയോധികൻ അതിക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിലും വിജുവിന് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ശക്തമായി സംശയിക്കുന്നുണ്ട്. രണ്ട് സംഭവങ്ങളും തമ്മിൽ പരിശോധിച്ചപ്പോൾ കൊലപാതകങ്ങൾ നടപ്പിലാക്കിയ രീതിയിൽ അത്ഭുതകരമായ സാമ്യതകളാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും കടത്തിണ്ണകളിലും അന്തിയുറങ്ങുന്ന നിസ്സഹായരായ മനുഷ്യരെയാണ് ഇയാൾ സ്ഥിരമായി തന്റെ ഇരകളായി തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ആദ്യം ഇരകളെ സമീപിച്ച് പണം ആവശ്യപ്പെടുകയും അത് നൽകാത്ത പക്ഷം ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഇയാളുടെ പതിവ് രീതി. മരണം ഉറപ്പാക്കാൻ ഇയാളുടെ മുഖത്തും തലയിലും ആവർത്തിച്ച് മാരകമായി ആക്രമിക്കുകയും ശേഷം തെളിവ് നശിപ്പിക്കാനോ മൃതദേഹം മാറ്റാനോ എന്നോണം മൃതദേഹത്തെ വലിച്ചിഴയ്ക്കുന്നതും ഇയാളുടെ കൊടും ക്രൂരതയുടെ ഭാഗമാണ്. ഇത്തരം സമാനമായ കുറ്റകൃത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജു സുരേഷ് ഇതിനു മുൻപും നിരവധി തവണ സമാനമായ രീതിയിൽ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാകാമെന്ന നിഗമനം അന്വേഷണ സംഘത്തിന്റെ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. തമിഴ്നാട്ടിലെ തക്കല സ്വദേശിയായ വിജു സുരേഷ് ലഹരിക്ക് അടിമയാണ്. മൊബൈൽ ഫോൺ സ്ഥിരമായി ഉപയോഗിക്കാത്ത ഇയാളുടെ രീതി പോലീസിന് പലപ്പോഴും വലിയ വെല്ലുവിളിയാണ് ഉയർത്താറുള്ളത്. ആവശ്യമുള്ളപ്പോൾ മാത്രം ഫോൺ ഓൺ ചെയ്യുകയും കൃത്യം കഴിഞ്ഞാലുടൻ ഓഫ് ചെയ്ത് കളയുകയും ചെയ്യുന്നതാണ് ഇയാളുടെ പതിവ്. ജോലി ചെയ്യാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന വിജു മോഷ്ടിക്കുന്ന പണം കൊണ്ടാണ് ആഹാരവും ലഹരിയും കണ്ടെത്തുന്നത്. തമിഴ്നാട്ടിലും സമാനമായ പല കേസുകളിലും ഇയാൾ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊല്ലം സിറ്റി പോലീസ് ACP ജോസ് ഫിലിപ്പിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ വെച്ച് ഇയാളെ സാഹസികമായി പിടികൂടിയത്. 2 ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിലാണ് പ്രതി വലയിലായത്. ഇയാളെ കൊല്ലത്ത് എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. പാരിപ്പള്ളിയിലെ കൊലപാതകം ഉൾപ്പെടെയുള്ള മറ്റ് കേസുകളിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നടക്കുന്ന ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകും. ജീവിത സാഹചര്യങ്ങൾ മൂലം തെരുവിൽ അന്തിയുറങ്ങേണ്ടി വരുന്ന പാവപ്പെട്ട വയോധികരെ ലക്ഷ്യമിട്ട് ഇത്തരമൊരു കൊലയാളി പ്രവർത്തിക്കുന്നത് വലിയ ആശങ്കയാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. രാജേന്ദ്രൻ ഒരു അഭയ കേന്ദ്രത്തിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് എന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. പോലീസിന്റെ കൃത്യമായ ഇടപെടലും CCTV സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ഇത്തരമൊരു അപകടകാരിയായ പ്രതിയെ വേഗത്തിൽ പിടികൂടാൻ സഹായിച്ചു. വിശദമായ അന്വേഷണത്തിലൂടെ കൂടുതൽ കൊലക്കേസുകൾ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്.